ഇപ്പോൾ MP സുരേഷ് ഗോപി, മന്ത്രി കെ രാജൻ, മിനിസ്റ്റർ ബിന്ദു എന്നിവർ ചേർന്ന് ഒരുമിച്ച് വിളക്ക് കൊളുത്തുകയാണ്. പൂരത്തിൻ്റെ സന്ദേശം പോലെ തന്നെ ചമയ പ്രദർശനോദ്ഘാടനം നിർവഹിക്കുകയാണ്. മിനിസ്റ്ററും MP-യും ചേർന്ന്, മിനിസ്റ്റർമാരും MP-യും ചേർന്ന്, ഒപ്പം അവിടെയുള്ള പൗരപ്രമുഖരുണ്ട്. മേയറെയും പ്രേക്ഷകർക്ക് കാണാം, കളക്ടറെയും പ്രേക്ഷകർക്ക് കാണാം. ചെറിയ ഒരു വേദിയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ചമയ പ്രദർശനം, അതിനുള്ള ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പാറമേക്കാവിൻ്റെ ഭാരവാഹികളും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ MP, ഒപ്പം മിനിസ്റ്റർ ബിന്ദു, മിനിസ്റ്റർ കെ രാജൻ, എല്ലാവരും ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. പൊന്നാടയണിയിച്ച് ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ട അതിഥികളെ, ഈ പൂരത്തിൻ്റെ ആതിഥേയത്വം യഥാർത്ഥത്തിൽ മിനിസ്റ്റർ കെ രാജനും MP സുരേഷ് ഗോപിക്കും മിനിസ്റ്റർ ബിന്ദുവിനും ഒക്കെയാണ്. അവരാണ് ഈ പൂരം നടത്തിപ്പിലെ പ്രധാനപ്പെട്ട അവിടുത്തെ സമിതിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന. മേയറുണ്ട്. എല്ലാവർക്കും, പൂരം പ്രേമികൾക്ക് ഇക്കുറി മനോഹരമായ ഒരു പൂരാനുഭവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ചമയപ്രദർശനത്തിന് തുടക്കമാവുന്നത്. ജെയ്സൺ, അങ്ങനെ ചമയപ്രദർശനം ആരംഭിക്കുന്നതോടുകൂടി, പൂരത്തിന് കൊടിയേറിയത് കുറച്ച് നേരത്തെ ആണെങ്കിലും ചമയപ്രദർശനത്തോടുകൂടി പൂരാവേശത്തിലേക്ക് എത്തും. ഇന്നു മുതൽ പൂരനഗരിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് കാണാനും നാളെ പൂരത്തലേന്നുള്ള കാഴ്ചകൾ കാണാനും ഒക്കെയായിട്ട് അല്ലേ? ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ അവരുടെ പോകാനിരിക്കുന്നു. തീർച്ചയായും കുമാർ, ഇനി പൂര ദിവസം മറ്റന്നാളാണെങ്കിൽ പോലും പൂരം ഇന്നു മുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ പൂരത്തിൻ്റെ ആദ്യ പ്രധാന പരിപാടി എന്ന നിലയിലാണ് ചമയ പ്രദർശനം നടക്കുന്നത്. വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. 7:30യോടുകൂടി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ജനക്കൂട്ടം നിറയും. അതോടൊപ്പം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ വടക്കും തെക്കും ഭാഗത്തായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തങ്ങളുടെ വെടിപ്പുരകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കരിമരുന്ന് പ്രയോഗം അതിഗംഭീരമായി നടക്കും. സാമ്പിൾ വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തുക തിരുവമ്പാടി ദേവസ്വമാണ്. ആ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയാൽ പിന്നെ വലിയൊരു കാഴ്ച തന്നെയാണ്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയ സാമ്പിൾ വെടിക്കെട്ട്. സാമ്പിൾ വെടിക്കെട്ട് ഏറ്റവും ആകർഷകമാണ്. എല്ലാ വർഷവും ഏറ്റവും പ്രധാനമായും ആളുകൾ ആഘോഷിക്കുന്നതും സാമ്പിൾ വെടിക്കെട്ട് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അതിനുള്ള കാരണം വൈകിട്ട് 7:30യോടുകൂടിയാണ് ഒട്ടുമിക്ക ആളുകൾക്കും അവിടെ എത്തിച്ചേരാനും അത് കാണാനുമുള്ള സൗകര്യം ഉണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകളെ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് രാവിലെ തന്നെ മന്ത്രിയും അതുപോലെ തന്നെ കമ്മീഷണറും കളക്ടറും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പോലീസ് പൂരം എന്ന ഒരു വലിയ പരാതി വ്യാപകമായി നിലനിന്നിരുന്നു. അതികർശനമായ നടപടികളിലൂടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് പൂരം കാണാനെത്തുന്നവരെ അകറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന പരാതി വ്യാപകമായിരുന്നു. ആ വ്യാപകമായ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ തവണ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായത്. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തവണ അതിഗംഭീരമായി പൂരം നടത്തുക, വെടിക്കെട്ട് കാണാൻ സൗകര്യമുണ്ടാക്കുക. പൂരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ഒന്നാണ് വെടിക്കെട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. തൃശ്ശൂർ പോലെ ലോകത്തൊരു സ്ഥലത്തും ഇത്രയും ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ, ഇത്രയും വളരെ ചെറിയ ഒരു സ്ഥലത്തിനുള്ളിൽ ഇത്രയും ഗംഭീരമായി വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ, രാജൻ വ്യക്തമാക്കിയത് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ 15,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ്. ഇത്തവണ 18 ലക്ഷത്തിലധികം ആളുകൾ പൂരത്തിനെത്തുമെന്നാണ് സർക്കാരിൻ്റെയും കണക്ക്. ഇത്തരത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള സംഘാടനം ഒരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അത്തരമൊരു സംഘാടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ടായ കാര്യം കഴിഞ്ഞ വർഷമുണ്ടായ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അതോടുകൂടി സംസ്ഥാന സർക്കാരും പോലീസും അതുപോലെ തന്നെ മറ്റെല്ലാ വകുപ്പുകളും തങ്ങളുടെ കർശനമായ നിലപാടുകളിൽ നിന്നും അയഞ്ഞ് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ആളുകൾക്ക് പൂരം കാണാനും ആളുകളെ കൂടുതൽ പൂരത്തിന് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് കൂടി പശ്ചാത്തലത്തിൽ കൂടി വേണം ഇത്തവണത്തെ പൂരത്തെ വിലയിരുത്താൻ.